ഇവിടെ എഴുതിയിരിക്കുന്ന സെൻറ്റൻസുകളൊക്കെ കാണുന്നില്ലേ? ഐ ലവ് ഇറ്റ്, ഐ ആം ലവിങ് ഇറ്റ്, ഐ വാണ്ട് കോഫി, ഐ ആം വാണ്ടിങ് കോഫി. ദിസ് ഈസ് ഡിഫിക്കൽട്ട്, ദിസ് ഈസ് ബീയിങ് ഡിഫിക്കൽട്ട്. ഈ സെൻറ്റൻസുകളിലൊക്കെ ചില സെൻറ്റൻസുകളൊക്കെ കറക്റ്റാണ്, ചില സെൻറ്റൻസുകളൊക്കെ റോങ് ആണ്. ഇത് ഏതാണ് കറക്റ്റ് ഏതാണ് റോങ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? ഒരു കൺഫ്യൂഷൻ തോന്നുന്നില്ലേ? അപ്പോൾ ആ കൺഫ്യൂഷനൊക്കെ തീർക്കുക എന്നതാണ് ഇന്നത്തെ ടോപ്പിക്കിൻ്റെ ഉദ്ദേശം. അപ്പോൾ നമുക്ക് ലെസണിലേക്ക് കടക്കാം. ഈ ലെസൺ കഴിയുമ്പോൾ കൺഫ്യൂഷനൊക്കെ മാറി വളരെ ക്ലിയർ ആയിട്ട് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്, എന്തുകൊണ്ടാണ് ചില സെൻറ്റൻസുകളൊക്കെ കറക്റ്റ് ആവുന്നതും ചില സെൻറ്റൻസുകളൊക്കെ റോങ് ആകുന്നതും എന്നൊക്കെ മനസ്സിലാകും. അപ്പോൾ നമുക്ക് ലെസണിലേക്ക് കടക്കാം. ഇവിടെ ഈ സെൻറ്റൻസുകളൊക്കെ കാണുമ്പോൾ കൺഫ്യൂഷൻ വരാനുള്ള ഒരു കാരണം സെൻറ്റൻസുകളിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് വേർബ്സ് ആണ്. അത് നോർമൽ വേർബ്സിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. അത്തരം വേർബ്സിനെയാണ് പറയുന്നത് സ്റ്റേറ്റീവ് വേർബ്സ് അല്ലെങ്കിൽ സ്റ്റേറ്റ് വേർബ്സ്. അപ്പോൾ എന്താണ് സ്റ്റേറ്റീവ് വേർബ്സ് എന്ന് ഇന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. മാത്രമല്ല അത്തരം വേർബ്സിൻ്റെ മീനിങ് എന്താണ് വരുന്നത്, അത്തരം വേർബ്സിൻ്റെ മീനിങ് എന്താണ്, വളരെ കോമൺ ആയിട്ടും വളരെ പ്രധാനപ്പെട്ടതുമായിട്ടുള്ള സ്റ്റേറ്റീവ് വേർബ്സ് എന്തൊക്കെയാണ് എന്ന് ഇന്ന് നമ്മൾ പഠിക്കും. എന്താണ് സ്റ്റേറ്റീവ് വേർബ്സ് എന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് എന്താണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേർബ്സ് എന്ന് മനസ്സിലാക്കണം. പല തരത്തിലും നമുക്ക് വേർബ്സിനെ ക്ലാസിഫൈ ചെയ്യാം അല്ലെങ്കിൽ കാറ്റഗറൈസ് ചെയ്യാം. ഒരു തരത്തിലുള്ള കാറ്റഗറൈസ് ചെയ്യൽ എന്ന് പറഞ്ഞാൽ ആക്ഷൻ വേർബ് ആൻഡ് സ്റ്റേറ്റീവ് വേർബ്സ് എന്നതാണ്. ആക്ഷൻ വേർബ് എന്ന് പറയുന്നത് ആക്ഷൻ എന്ന് പറയുമ്പോൾ ഫിസിക്കൽ ഓർ മെൻ്റൽ ആക്ടിവിറ്റി, നമ്മൾ ചെയ്യുന്നത് സംതിങ് വി ഡു, അതാണ് ആക്ഷൻ വേർബുകൾ. ഫോർ എക്സാമ്പിൾ റൺ, ഈറ്റ്, സ്പീക്ക്, റൈറ്റ്. ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ ആക്ഷൻ വേർബ്സ് ആണ്. ഇനി സെക്കൻഡ് ടൈപ്പ് ഓഫ് വേർബ്സ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് വേർബ്സ് ആണ്. അത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളല്ല, സംതിങ് വി ഡു അല്ല, പിന്നെ എന്താണ്, അത് ഒരു സ്റ്റേറ്റ് ആണ്. ചിലപ്പോൾ അത് ഒരു ഫീലിംഗ് ആകാം, ഒരു തോട്ട് ആകാം, ഒരു പൊസഷൻ എന്ന് പറയുമ്പോൾ ഓണർഷിപ്പ്, അതല്ലെങ്കിൽ എസെൻസ്. ചില വേർബുകളിലെ നോ, ബിലീവ്, ലവ്, വാണ്ട്, ഹാവ് എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ അത്തരം വേർബ്സിന് എക്സാമ്പിളാണ്. ഇത്തരം വേർബ്സ് സ്റ്റേറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്, സംതിങ് ദാറ്റ് ആർ ട്രൂ എബൌട്ട് യു. സ്റ്റേറ്റീവ് വേർബ്സും അതുപോലെ തന്നെ ആക്ഷൻ വേർബ്സും അതിൻ്റെ ഗ്രാമർ റൂൾ വളരെ വളരെ ഡിഫറൻ്റ് ആണ്. അതിന് പ്രത്യേകമായിട്ടുള്ള ഗ്രാമർ റൂൾസ് ആണ് ഉള്ളത്. ആക്ഷൻ വേർബ്സ് ആണെങ്കിൽ നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ അത് ഉപയോഗിക്കാം. ING ഫോം നമുക്ക് ഉപയോഗിക്കാം. നമ്മളിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റി പറയുമ്പോൾ നമുക്ക് അത് ഉപയോഗിക്കാം. ഐ ആം ഈറ്റിംഗ് ലഞ്ച്, ഈറ്റിംഗ് ING ഫോം ചേർത്തിട്ട് ഉപയോഗിച്ചു. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഷീ ഈസ് റണ്ണിങ് ഇൻ ദ പാർക്ക്, റണ്ണിങ്. ദേ ആർ റൈറ്റിംഗ് എ റിപ്പോർട്ട്, റൈറ്റിംഗ്. ഇതൊക്കെ ING ചേർത്ത് ഉപയോഗിച്ചിരിക്കുകയാണ്. അതെല്ലാം ആക്ഷൻ വേർബ്സിന് എക്സാമ്പിളാണ്. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള ഗ്രാമർ റൂൾസാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ING ഫോം ചേർത്തിട്ട് ഇത് ഉപയോഗിക്കാം. പക്ഷേ സ്റ്റേറ്റീവ് വേർബ്സിൻ്റെ കാര്യം വരുമ്പോൾ ഇങ്ങനെയല്ല, ING ഫോം ചേർക്കാൻ പാടില്ല. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ അത് ഉപയോഗിക്കാൻ പാടില്ല. ഐ ആം നോയിങ് ദ ആൻസർ, അത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം ഐ ആം നോയിങ്, നോ പ്ലസ് ING ഉപയോഗിച്ചു. ING ഫോം അവിടെ ഉപയോഗിക്കാൻ പാടില്ല. നോ എന്നത് ഒരു സ്റ്റേറ്റ് വേർബാണ്. ഐ നോ ദ ആൻസർ എന്നാണ് പറയേണ്ടത്. ഐ ആം വാണ്ടിങ് എ കോഫി, റോങ്. വാണ്ട് എന്നത് സ്റ്റേറ്റീവ് വേർബാണ്. അതുകൊണ്ട് തന്നെ ഐ വാണ്ട് എ കോഫി എന്നാണ് പറയേണ്ടത്. ഷീ ഈസ് ബിലീവിങ് ഹിം, റോങ്. ഷീ ബിലീവ്സ് ഹിം. കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കാൻ പാടില്ല. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് അല്ല, അതൊരു ആക്ഷൻ അല്ല, അതിപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അല്ല. അതുകൊണ്ടാണ് അവിടെ ING ഫോം പാടില്ലാത്തത്. ഐ ആം ഹാവിങ് ബ്ലൂ ഐസ്, അത് റോങ് ആണ്. ഐ ഹാവ് ബ്ലൂ ഐസ് എന്നാണ് പറയേണ്ടത്. കാരണം ഹാവിങ് എന്നവിടെ ഉപയോഗിക്കുന്നത് ഹാവ് എന്ന ഒരു വേർബാണ്. ആ ഹാവ് എന്നത് പൊസഷൻ കാണിക്കുന്നതിനാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് ബ്ലൂ ഐസ് ഉണ്ട് എന്നത്, ഐ ഹാവ് ബ്ലൂ ഐസ്. അപ്പോൾ അവിടെ ഹാവിങ് ING ഫോം ഉപയോഗിക്കാൻ പാടില്ല. ഐ ആം ലൈക്കിംഗ് ഫുട്ബോൾ, റോങ്. ഐ ലൈക്ക് ഫുട്ബോൾ, അത് ഒരു ഫാക്റ്റാണ്,
അതുകൊണ്ട് തന്നെ ലൈക്ക് എന്നത് ഒരു സ്റ്റേറ്റ് വേർബാണ്. ഇത്തരത്തിലുള്ള സെൻറ്റൻസുകൾ കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതുമായുള്ള ഒരുപാട് സ്റ്റേറ്റ് വേർബ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, വേർബ്സ് ഓഫ് മൈൻഡ്. അത് ഏതൊക്കെയാണ്? തിങ്ക്, ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് ഐഡിയ. എനിക്ക് തോന്നുന്നത് അതൊരു നല്ല ഐഡിയ ആണെന്ന്. ഐ ആം തിങ്കിങ് ഇറ്റ്സ് എ ഗുഡ് ഐഡിയ എന്ന് പറഞ്ഞാൽ റോങ് ആണ്. പക്ഷേ തിങ്ക് എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ അത് ശ്രദ്ധിക്കണം. അതിന് ഒരു ആക്ഷൻ വേർബായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ചിന്തിച്ചുകൊണ്ടിരിക്കുക, ആലോചിച്ചു കൊണ്ടിരിക്കുക എന്നൊക്കെ പറയില്ലേ, അവിടെ നമുക്ക് അത്തരം മീനിങ്ങിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ആക്ഷൻ വേർബായിട്ട് ഉപയോഗിക്കാം. ഐ ആം തിങ്കിങ് എബൌട്ട് ദ പ്രോബ്ലം, ഇത് കറക്റ്റാണ്. അവിടെ ആക്റ്റീവായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തിങ്കിങ് ING ഫോം ആകാം. ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് ഐഡിയ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്, നമ്മുടെ ഒപ്പീനിയനാണ് അവിടെ പറയുന്നത്. അത് അവിടെ ഒരു സ്റ്റേറ്റ് വേർബാണ്. ഇനി വേർബ്സ് ഓഫ് ഫീലിംഗ്. ഐ ലവ് ദ സിറ്റി, ലവ്. ഐ ആം ലവിങ് ദ സിറ്റി എന്ന് പറഞ്ഞാൽ റോങ്. ഇനി വേറെ രണ്ട് സ്പെഷ്യൽ വേർബ്സ് ഉണ്ട്, ഹാവ് ആൻഡ് ബി. ഐ ഹാവ് ബ്ലൂ ഐസ്, ഐ ഹാവ് ലോങ് ഹെയർ. അവിടെ ഐ ആം ഹാവിങ് അല്ല, ഐ ഹാവ് ആണ്. ഷീ ഹാസ് എ ഗുഡ് ജോബ്, ഷീ ഹാസ്. ഷീ ഈസ് ഹാവിങ് എ ഗുഡ് ജോബ് എന്ന് പറഞ്ഞാൽ റോങ്. അവിടെ ഒന്നും ING ഫോം പാടില്ല. കാരണം അത് പൊസഷൻ കാണിക്കുന്നു, അവിടെ ഒരു സ്റ്റേറ്റ് വേർബ് ആണ് അത്. പക്ഷേ ഹാവ് നമുക്ക് അല്ലാതെയും ഉപയോഗിക്കാം. ഒരു മെയിൻ വേർബായിട്ട്, ഒരു ആക്ഷൻ വേർബ് പോലെ ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, ഐ ആം ഹാവിങ് ഡിന്നർ റൈറ്റ് നൗ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു എക്സ്പ്രഷൻ്റെ ഭാഗമാണ്. അത് അവിടെ ഉദ്ദേശിക്കുന്നത് ഈറ്റിംഗ് എന്നുള്ള മീനിങ്ങിലാണ്, അല്ലാതെ ഒരു സ്റ്റേറ്റ് വേർബായിട്ടല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഷീ ഈസ് ഹാവിങ് ഹെർ കാർ ഫിക്സ്ഡ്, അവളുടെ കാറ് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു ആക്ടിവിറ്റി നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റേറ്റ് വേർബായിട്ടല്ല അവിടെ ഹാവ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഒരു എക്സ്പ്രഷൻ്റെ ഭാഗമാണ്, അവിടെ ഒരു ആക്ടിവിറ്റിയാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ അതൊരു ആക്ഷൻ വേർബ് ആണ്. ഹാവ് പൊസഷൻ കാണിക്കാനാണോ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നോക്കിയാൽ മാത്രം മതി. പൊസഷനാണ് കാണിക്കുന്നതെങ്കിൽ അവിടെ ING ഫോം പാടില്ല. അതല്ല, നമ്മളൊരു എക്സ്പീരിയൻസിനെ പറ്റി പറയുകയാണ്, അവിടെ ഒരു മെയിൻ വേർബായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അത് ഒരു ആക്ടിവിറ്റിയാണ്, ഒരു ആക്ടിവിറ്റിയെ പറ്റിയാണ് പറയുന്നതെങ്കിൽ നമുക്ക് അവിടെ ING ഫോം ഉപയോഗിക്കാം. ഇനി ബി വേർബ് എങ്ങനെയാണ്? സാധാരണ ഒരു സ്റ്റേറ്റിനെ പറ്റി, ഒരു ഫാക്റ്റ് ആണ് പറയുന്നത്. ഐ ആം എ ടീച്ചർ എന്ന് പറയുമ്പോൾ അവിടെ ബി വേർബാണ് ആം എന്നത്. ഷീ ഈസ് ടയേർഡ്, അതൊരു സ്റ്റേറ്റ് ആണ്, അവൾ ടയേർഡാണ്. ദിസ് ഈസ് ഡിഫിക്കൽട്ട്, ഇത് ബുദ്ധിമുട്ട് പിടിച്ച ഒരു കാര്യമാണ്. ദിസ് ഈസ് ഡിഫിക്കൽട്ട്, അവിടെയും ഒരു സ്റ്റേറ്റ് ആണത്. അപ്പോൾ അവിടെ ബി വേർബ് സ്റ്റേറ്റ് വേർബ് ആണ്. അവിടെ ദിസ് ഈസ് ഡിഫിക്കൽട്ട് എന്നതിന് പകരം ദിസ് ഈസ് ബീയിങ് ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞാൽ റോങ് ആയി. കാരണം ദിസ് ഈസ് ബീയിങ് എന്ന് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഒരു ബിഹേവിയറിനെ കാണിക്കാനാണ് ഉപയോഗിക്കുന്നത്. ദിസ് ഈസ് ബീയിങ് ഡിഫിക്കൽട്ട്, റോങ്. ദിസ് ഈസ് ഡിഫിക്കൽട്ട്. ഷീ ഈസ് കൈൻഡ് എന്ന് പറയുമ്പോൾ അതൊരു ഫാക്റ്റാണ്, അവളെ പറ്റിയുള്ള ഒരു കാര്യമാണ്, അവളുടെ ക്യാരക്ടറിൻ്റെ ഭാഗമാണ് കൈൻഡ് ആവുക എന്നത്. അതുകൊണ്ട് ഷീ ഈസ് കൈൻഡ് അങ്ങനെ നമുക്ക് പറയാം, അത് കറക്റ്റാണ്. അതേസമയം ഷീ ഈസ് ബീയിങ് കൈൻഡ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവളുടെ ഇപ്പോഴത്തെ ബിഹേവിയർ അങ്ങനെയാണ്, അത് റൈറ്റ് നൗ അതാണ് എന്നർത്ഥം. അപ്പോൾ ഷീ ഈസ് ബീയിങ് കൈൻഡ്, കറക്റ്റ്. ഷീ ഈസ് റൂഡ്, അത് അവളുടെ ഒരു ക്യാരക്ടറിൻ്റെ ഭാഗമാണ്, അവളൊരു റൂഡായിട്ടുള്ളൊരു പേഴ്സണാണ്. ഷീ ഈസ് ബീയിങ് റൂഡ് ടുഡേ, ഈ ഒരു സമയത്ത് ഇന്ന് അവൾ കുറച്ച് റൂഡായിട്ടാണ് അവളുടെ പെരുമാറ്റം, അതാണ് ഷീ ഈസ് ബീയിങ് റൂഡ്. അപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത് ING ഫോം എവിടെ ഉപയോഗിക്കണം എന്ന് മനസ്സിലായല്ലോ. ഈ ലെസൺ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് തന്നെ കരുതുന്നു. കൂടുതൽ എക്സാമ്പിൾസ് കമൻറ്റ് ബോക്സിൽ എഴുതുക. താങ്ക്